ഭൂമിയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ആ ദിവസത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഒന്നാലോചിച്ചു നോക്കൂ, 15 കോടി വർഷം, അത്രയും കാലം ദിനോസറുകളായിരുന്നു ഈ ഭൂമിയുടെ രാജാക്കന്മാർ. എന്നാൽ ഒരൊറ്റ ദിവസം കൊണ്ട് അവരുടെ സാമ്രാജ്യം തകർന്നുപോയി. അതെങ്ങനെ സംഭവിച്ചെന്നല്ലേ? ഏകദേശം 6.5 കോടി വർഷം മുൻപാണ് ആ സംഭവം. ബഹിരാകാശത്ത് നിന്ന് ഒരു കൊലയാളി ഭൂമിയിലേക്ക് കുതിച്ചെത്തി. അതൊരു ചെറിയ വസ്തുവൊന്നും ആയിരുന്നില്ല. ഏകദേശം 10 കിലോമീറ്റർ ആയിരുന്നു അതിന്റെ വലിപ്പം. അതായത് നമ്മുടെ എവറസ്റ്റ് കൊടുമുടിയില്ലേ, ഏകദേശം അത്രയും വലിയൊരു പാറയായിരുന്നു അത്. വേഗതയോ മണിക്കൂറിൽ 70,000 കിലോമീറ്റർ. ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അല്ലേ? അങ്ങനെ അത് വന്ന് ഭൂമിയിലിടിച്ചു. ആ ഒരൊറ്റ ഇടിയിൽ ലോകം മുഴുവൻ വിറച്ചുപോയി. ആദ്യത്തെ കുറച്ചു മിനിറ്റുകൾക്കുള്ളിൽ തന്നെ കാര്യങ്ങൾ കൈവിട്ടുപോയിരുന്നു. ഒന്നിനു പുറകെ ഒന്നായി ദുരന്തങ്ങൾ. പക്ഷേ ഇതൊരു തുടക്കം മാത്രമായിരുന്നു. ഏറ്റവും ഭീകരമായ അവസ്ഥ വരാനിരിക്കുന്നതേയുണ്ടായിരുന്നുള്ളൂ. ആകാശത്ത് മുഴുവൻ പൊടിയും പുകയും നിറഞ്ഞു. സൂര്യരശ്മിക്ക് ഭൂമിയിലേക്ക് എത്താൻ പറ്റാതായി. ഇതോടെ ഭൂമി നീണ്ട ഇരുണ്ട ഒരു കാലത്തിലേക്ക് പോയി. ജീവൻ പതിയെ ഇല്ലാതായി തുടങ്ങി. സൂര്യനില്ലാതെ ചെടികൾ നശിച്ചു. അതോടെ സസ്യാഹാരികളും പിന്നാലെ മാംസാഹാരികളും പട്ടിണിയിലായി. അതായത് ആ ഒരൊറ്റ സംഭവം ഭൂമിയിലെ 75% ജീവജാലങ്ങളെയും തുടച്ചു നീക്കി. പക്ഷേ ഈ വലിയൊരു തകർച്ചയിൽ നിന്ന് പുതിയൊരു ലോകം ഉദയം ചെയ്യുകയായിരുന്നു. ദിനോസറുകൾ ഇല്ലാതായതോടെ ആ സ്ഥാനം ഏറ്റെടുക്കാൻ പുതിയ ജീവികൾ വന്നു, നമ്മുടെ പൂർവികരായ സസ്തനികൾ. അപ്പോ ആരാണ് രക്ഷപ്പെട്ടത്? കൂടുതലും ചെറുജീവികളും എന്തിനോടും പൊരുത്തപ്പെടാൻ കഴിവുള്ളവരുമായിരുന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ആ ദുരന്തം നടന്നില്ലായിരുന്നെങ്കിൽ നമ്മളാരും ഇന്നുണ്ടാകുമായിരുന്നില്ല. പ്രപഞ്ചത്തിലെ ഒരു ചെറിയ മാറ്റം നമ്മുടെ ലോകത്തെ തന്നെ മാറ്റിമറിച്ചു. അടുത്തതെന്തായിരിക്കും?